മലയാള സാഹിത്യത്തിലെ ഉന്നത ശീർഷനായ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ ഈ പ്രകൃതിയോടൊപ്പം ഞാനും ശിരസ്സ് നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 60-ാം വാർഷികം, അതായത് ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ ഡോക്ടർ എം ബഷീർ എഡിറ്റ് ചെയ്ത ഒരു ഗ്രന്ഥം, അതാണ് എം ഡി കഥയും പൊരുളും. എം ഡി കഥയും പൊരുളും എന്ന ഈ ഗ്രന്ഥം. ഇതിനകത്ത് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദശകളെ പറ്റിയും, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ പറ്റി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ പറ്റി ഒക്കെ ധാരാളം പേരാണ് ഈ ഗ്രന്ഥത്തിൽ എം ഡി കഥയും പൊരുളും എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം എം ടിയുടെ ആഖ്യാനം മഞ്ഞിറങ്ങുന്ന മറ്റൊരു താഴ്വരയാണ് എന്ന് കുറിച്ചവരുണ്ട് ഈ കഥയും പൊരുളും എന്ന ഗ്രന്ഥത്തിൽ. അത് അർത്ഥവത്തായതുപോലെ, അതായത് അത് യഥാർത്ഥത്തിൽ അറം പറ്റിയതുപോലെ, കാവ്യഭാഷയിലുണ്ടല്ലോ അറം പറ്റുക എന്നൊരു ചൊല്ല്, അറം പറ്റിയതുപോലെയാണ് മഞ്ഞിറങ്ങുന്ന ഈ സമയത്ത്, ഈ ഡിസംബർ മാസത്തിൽ അദ്ദേഹം തൻ്റെ തൂലിക താഴെ വെച്ച് തന്നെ വായിക്കുന്ന, തന്നെ അത്യധികം ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയിരിക്കുകയാണ് മരണത്തിലേക്ക്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള സ്മരണകൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും അതീവ ഗൗരവപൂർവം ഈ സമൂഹത്തെ നോക്കിക്കാണുന്നവയാണ്. ഈ സമൂഹത്തെ എങ്ങനെയാണ് മാറ്റിയെടുക്കാനൊക്കുക, കുറച്ചുകൂടി നല്ലൊരു സമൂഹമാക്കി മാറ്റാനൊക്കുക, അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ കർമ്മങ്ങളെ നല്ല കർമ്മങ്ങളായും വ്യത്യസ്തങ്ങളായ മാറ്റി എഴുതപ്പെടേണ്ട കർമ്മങ്ങളായും ഒക്കെ വേർതിരിച്ച് കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഓരോ രചനയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെയുള്ള രചനകൾ ധാരാളമുണ്ട്. നമുക്കറിയാം, നാലുകെട്ട് തൊട്ട് ഇരുട്ടിൻ്റെ ആത്മാവ് തൊട്ട് രണ്ടാം ഊഴം വരെ, അതും കഴിഞ്ഞ് ധാരാളം കൃതികളുണ്ട്. ആ കൃതികളെ എല്ലാം പറ്റി ഈ എം ടി കഥയും പൊരുളും എന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. എം ടിയുടെ മറ്റ് ഗ്രന്ഥങ്ങളും എൻ്റെ കൈവശമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് രണ്ടാം ഊഴം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. മറ്റു കൃതികളെല്ലാം ഒന്നിനൊന്ന് സവിശേഷത അർഹിക്കുന്നവയാണ്. എങ്കിൽ പോലും എന്നെ ഏറ്റവും അധികം സ്പർശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് രണ്ടാം ഊഴമാണ്. അതിൻ്റെ കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഉന്നത ശീർഷരായ മലയാള സാഹിത്യകാരന്മാരിൽ ഞാൻ ഏറ്റവും ഒരുപോലെ ആദരിക്കുന്ന 2 പേരുണ്ട്. ഒന്ന് കുമാരനാശാൻ, രണ്ടാമത്തെയാൾ എം ടി വാസുദേവൻ നായരാണ്. കുമാരനാശാൻ്റെ കൃതികളിൽ തന്നെ ചിന്താവിഷ്ടയായ സീതയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥം, ഞാൻ ഏറ്റവും ഉയർത്തി വച്ചിരിക്കുന്ന ഗ്രന്ഥം. അതായത് കാളിദാസനെ പോലെ ഉന്നത ശീർഷനായി ചിന്താവിഷ്ടയായ സീതയിലൂടെ കുമാരനാശാൻ ഉയർന്നുയർന്ന് ഒരേ സിംഹാസനം, അതായത് കാളിദാസൻ ഇരിക്കുന്ന അതേ തട്ടിലുള്ള സിംഹാസനത്തിൽ ആവിഷ്ടനായിരിക്കുന്നു ഇദ്ദേഹവും, കുമാരനാശാനും എന്നാണ് ചിന്താവിഷ്ടയായ സീത വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, ചിന്താവിഷ്ടയായ സീത പഠിപ്പിച്ചു തീരുമ്പോഴേക്കും അത് മുഴുവൻ ഞാൻ ബൈഹാർട്ട് ചെയ്ത് ക്ലാസ്സിൽ ചൊല്ലിയതിൻ്റെ പേരിൽ എൻ്റെ ഗുരുനാഥൻ തന്നെ എനിക്കൊരു സമ്മാനം തരികയുണ്ടായി, ക്ലാസ്സിൽ വെച്ച് പരസ്യമായിട്ട്. അത്രയേറെ ബഹുമാനത്തോടെയാണ് ഞാൻ കുമാരനാശാനെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും കണ്ടിരുന്നത്. അതുപോലെ തന്നെ കഥാലോകത്തേക്ക് വന്നാൽ ഏറ്റവും ഉന്നത ശീർഷനായി ഞാൻ എന്നും കണ്ടിട്ടുള്ള, എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ വേരൂന്നി വളർന്നിട്ടുള്ള ഒരു കഥാകാരനാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായരുടെ കൃതികളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വായിക്കുന്ന ഒരു വായനക്കാരിയായിരുന്നു ഞാൻ. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഈ പറയപ്പെട്ട പുസ്തകം, അതായത് രണ്ടാം ഊഴം, എന്നെ കൂടുതൽ സ്പർശിച്ചത്. എന്തുകൊണ്ടാണ് രണ്ടാം ഊഴം എന്നെ കൂടുതൽ സ്പർശിച്ചത്? ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാം ഊഴം, അതായത് പാഞ്ചാലി പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയായിരുന്നു. അപ്പൊ ഈ 5 ഭർത്താക്കന്മാരിൽ
സത്യത്തില് ഭീമൻ ഒരിക്കലും ഒന്നാമനായിരിക്കുകയില്ല. അത് ഭീമന്റെ സ്ഥാനം അനുസരിച്ച് തന്നെ രണ്ടാം ഊഴക്കാരനോ മൂന്നാം ഊഴക്കാരനോ നാലാം ഊഴക്കാരനോ ഏത് ഊഴക്കാരനെങ്കിലും ആകട്ടെ, രണ്ടാം ഊഴക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നാമനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒന്നാമനല്ലാതിരുന്നിട്ടും പാഞ്ചാലിയെ ഹൃദയത്തോട് ഏറ്റവും കൂടുതൽ ഒന്നാമത് ചേർത്ത് വെച്ച മഹാനുഭവനായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവായിരുന്നു ഭീമൻ. അതാണ് ആ രണ്ടാം ഊഴത്തിൻ്റെ പ്രത്യേകത. അതെങ്ങനെയാണ് അദ്ദേഹം MT വാസുദേവൻ നായർ തെളിയിക്കുന്നത്? പഞ്ചപാണ്ഡവന്മാരും കൗരവരും തമ്മിലുള്ള ചൂതുകളിയിൽ പഞ്ചപാണ്ഡവർ തോൽക്കുന്ന ഒരവസ്ഥ വന്നു. തോറ്റപ്പോൾ അവസാനം അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്വത്തും കൗരവർക്ക് പണയം പെടുത്തേണ്ടി വന്നു. അവസാനിക്കുന്ന സ്വത്ത്, ഏറ്റവും അവസാനം അവരുടെ കയ്യിലുള്ള സ്വന്തം എന്ന് പറയാനുള്ള ഏക ധനം പാഞ്ചാലിയായിരുന്നു. അപ്പോൾ പാഞ്ചാലിയെയും ചൂതുകളിയിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ കൊടുത്ത അവസരത്തിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് മുതിരുന്ന, അതൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ കാണുന്നതാണ്, മുതിരുമ്പോൾ അഴിഞ്ഞ മുടി, ഇനി ഈ മുടി ഞാൻ കെട്ടിവെക്കുന്നത് ഇതിന് പകരം ചോദിച്ചതിന് മാത്രമാണ് ആയിരിക്കും എന്ന് പറഞ്ഞ് പാഞ്ചാലി നിൽക്കുന്ന രംഗം നാം ഓർമ്മിക്കുന്നുണ്ട്. അതെപ്പോഴാണ് ആ മുടി കെട്ടിയത്? ആ മുടി കെട്ടിയത് ഭീമര് ആരെ കൊന്നിട്ടാണ്? അതൊന്നും ആ കഥയിലേക്കൊന്നും ഞാൻ ഈ സമയത്ത് പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഭീമപുത്രരാണ് ആ വാഗ്ദാനം, അതായത് ആ പാഞ്ചാലിയുടെ ശപഥം പൂർത്തീകരിക്കത്തക്ക രീതിയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത വ്യക്തിയെ കൊന്ന് ആ രക്തത്തിൽ കൈമുക്കി ആണ് പാഞ്ചാലിയുടെ മുടി രണ്ടാം ഊഴത്തിൽ കെട്ടിവെക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കുന്നത്. അങ്ങനെ അപ്പോൾ രണ്ടാം ഊഴക്കാരനാണെങ്കിലും ഒന്നാമത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് തൻ്റെ ഭാര്യയെ സ്നേഹിച്ച ആ ആത്മാർത്ഥതയാണ് രണ്ടാം ഊഴത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച അവർ. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ വേരൂന്നി വളർന്നു നിൽക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കഥാകാരൻ MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ നേരിൽ കാണാനായിട്ട് ഞാൻ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് എനിക്കൊരവസരമുണ്ടായി. അതുകൂടി ഞാനിവിടെ എൻ്റെ സുഹൃത്തുക്കളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ MA ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് മധ്യ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന വളരെ പ്രശസ്തമായ, അന്ന് ഇപ്പോൾ അത് പ്രശസ്തിയുമില്ലാതെ മാസിക തന്നെ നിന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്, കർമ്മല കുസുമം എന്നൊരു മാസികയുണ്ടായിരുന്നു. ആ മാസിക ഒരു മലയാള ചെറുകഥാ മത്സരം നടത്തി. മലയാളത്തിൽ ആർക്കും പങ്കെടുക്കാവുന്ന ചെറുകഥാ മത്സരം. അപ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുകഥാ മത്സരമുണ്ട്, പങ്കെടുക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ചെറുകഥ എഴുതി അത് ഈ മത്സരത്തിന് അയച്ചു. ആ ചെറുകഥയ്ക്കാണ് അന്ന് കേരളത്തിൽ 1ാം സമ്മാനം കിട്ടിയത്. ഈ 1ാം സമ്മാനം കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്രിസ്മസ് അവധിക്ക് വീട്ടിൽ പോയി. അത് MA അവസാന ടേമാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വടക്കേ വയനാട്ടിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ അവിടെ പോയി അവധി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതായത് ജനുവരി 1 or 2 തീയതി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് വെച്ചാണ് ഞാൻ MTയെ കാണുന്നത്. അത് കാണാനുണ്ടായ ഒരു സാഹചര്യം, കോഴിക്കോട് റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായ എൻ്റെ ഒരു അങ്കിള്, ആ അങ്കിളിൻ്റെ വീട്ടിൽ ആ അങ്കിളാണ് വന്ന് എന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ കയറ്റി ആലുവയിലേക്ക് വിടുന്നത്. അപ്പോൾ അങ്കിള് വന്നപ്പോൾ അങ്കിളിൻ്റെ വൈഫ് മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സാർത്ഥം കിടക്കുകയാണ്. അങ്ങനെ ആൻറ്റിയെ കാണാൻ വേണ്ടി ഞാനും അങ്കിളും കൂടെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ MT വാസുദേവൻ നായരുടെ അടുത്ത ഏതോ ബന്ധു ഉണ്ടായിരുന്നു. അവരെ കാണാനായിട്ട് MT വാസുദേവൻ നായർ വന്നിരുന്നു. അപ്പോൾ കോറിഡോറിൽ വെച്ച് വളരെ യാദൃച്ഛികമായിട്ടാണ്. അപ്പോൾ അങ്കിള് പറഞ്ഞു, ദാ MT വാസുദേവൻ നായർ വരുന്നു, നിനക്ക് അദ്ദേഹത്തോട് വേണമെങ്കിൽ നിനക്ക് കിട്ടിയ പുരസ്കാരത്തെ പറ്റി ഒന്ന് പറയാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്നു, അദ്ദേഹത്തെ കണ്ട് ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ ഭാവത്തിൽ എന്നെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ മത്സരത്തിൽ കർമ്മല കുസുമം നടത്തുന്ന മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ PJ മേരിയാണ് ഞാൻ, ചെറുകഥാകൃത്ത് PJ മേരിയാണ് ഞാൻ. അന്ന് ഞാൻ മേരി ജോർജ് അല്ല, PJ മേരിയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഹലോ, സന്തോഷം, കണ്ടതിൽ സന്തോഷം, അത് നന്നായിട്ട്, അതായത് എന്നിട്ട് അദ്ദേഹം വളരെ ഒന്നും സംസാരിച്ചില്ല.
അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ആരെ കാണാനാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിളിൻ്റെ വൈഫ് ഇവിടെ കിടക്കുന്നുണ്ട്, അങ്കിളിൻ്റെ വൈഫിനെ കാണാനാണ് വന്നത്, ഞാൻ ഇങ്ങനെ ഇന്നടത്തേക്ക് പോവുകയാണ്, ഇന്നടത്ത് പഠിക്കുകയാണ്, അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കീപ്പ് ഇറ്റ് അപ്പ്. അതായത് സാധാരണ പെൺകുട്ടികൾ കഥയൊക്കെ എഴുതി സമ്മാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അവരുടെ ദിശാസന്ധികളിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് അവർ ചിലപ്പോൾ ഈ രംഗത്ത് നിന്ന് വിട്ടുപോകും. അങ്ങനെ വിട്ടുമാറരുത്, തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാനും ഉയർന്നു വരുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ആ സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദശാസന്ധികളിലെ മാറ്റങ്ങൾ. അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ഒരു പ്രവാചകനെ പോലെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിനുശേഷവും ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. മലയാള നാട് എന്ന, നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മ കാണും, മലയാള നാട് എന്നൊരു എം കൃഷ്ണൻ നായർ സാറ് സാഹിത്യവാരഫലം കൃത്യമായിട്ട് എഴുതുമായിരുന്ന മലയാള നാട് എന്ന ഒരു വാരിക ഓർമ്മയുണ്ടാകും. അതിനകത്തൊക്കെ ഞാൻ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷവും എം കൃഷ്ണൻ നായർ സാർ തന്നെ വളരെ നല്ല അഭിപ്രായങ്ങളും അന്ന് ആ ചെറുകഥകളെ പറ്റി പറഞ്ഞിരുന്നു. പിന്നെയാണ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ട് വരുന്നു, MA കഴിഞ്ഞ്. അങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ നായർ സാറ് അവിടെ ആർട്സ് കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഗുരുശിഷ്യ ബന്ധം എന്നല്ല, ഒരു മകളും അച്ഛനും തമ്മിലുള്ള ബന്ധം പോലെ അടുത്ത ബന്ധം ആണ് കൃഷ്ണൻ നായർ സാറ് എന്നോട് പുലർത്തിയിരുന്നത്. വലിയ വാത്സല്യപൂർവ്വം അദ്ദേഹം പറയുമായിരുന്നു എഴുത്ത് നിർത്തരുത്, തുടർന്ന് പോകണം എന്ന്. പക്ഷേ ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കൂടുതൽ തിരിക്കാൻ തുടങ്ങിയതോടുകൂടി മലയാള സാഹിത്യത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ മാറി പോകുന്നതാണ് സംഭവിച്ചത്. അങ്ങനെ പോകട്ടെ, ഇപ്പം അതിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയിപ്പം എനിക്കിപ്പോഴും എഴുതാനുള്ള ആഗ്രഹമുണ്ട്. എഴുത്ത് നിന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ സമയം കിട്ടിയാൽ ഞാൻ മലയാള സാഹിത്യത്തെ ഇനിയും പുണർന്നു എന്ന് തന്നെ വരാം. അപ്പോൾ MT തന്നെ തിരിച്ചു വരാം നമുക്ക്. MT വാസുദേവൻ നായർ ഇന്നിങ്ങനെ, അപ്പോൾ അങ്ങനെ MTയുടെ സംസാരിക്കാനുള്ള ഒരു അനുഭവം, ഒരു അവസരം എനിക്ക് കിട്ടി. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അന്വർത്ഥമായി തന്നെ എൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അതിന് ഒരു പക്ഷേ ഒരു കാവ്യനീതി പോലെ എനിക്കിനിയും തുടർന്ന് എഴുതാനുള്ള ഒരു അനുഗ്രഹം കൂടി അദ്ദേഹം തന്നിട്ടാണോ പോയിരിക്കുന്നത്. അന്ന് തന്നെ ഒരുപക്ഷെ അദ്ദേഹം അത് തന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും എഴുതാനും ഒക്കെയുള്ള താല്പര്യം തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ കുത്തിക്കുറിക്കാറുണ്ട്. ആ കുത്തിക്കുറിക്കുന്നതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അതൊരു പക്ഷേ വെളിച്ചം കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. MT വാസുദേവൻ നായരുടെ കൃതികളെ കാലത്തെ ചേർത്തെണുക്കുന്ന കണ്ണികളായിട്ട് അഥവാ ചങ്ങലയായിട്ട് വേണം നമുക്ക് കാണാൻ. അതായത് അത് ഭൂതകാലത്തെ വർത്തമാനകാലമായും ഭാവി കാലവുമായും കോർത്തിണക്കുന്നു. എന്നും ഈ അനശ്വര കഥാപാത്രങ്ങളും അനശ്വര സന്ദർഭങ്ങളും അദ്ദേഹത്തെ ഇരുത്തുന്നത് എഴുത്തുകാരൻ്റെ ഏറ്റവും ഉയർന്ന ശ്രീകോവിലിലെ സിംഹാസനത്തിലായിരിക്കും. അതുപോലെ സമശീർഷരായി ഇനിയും എഴുത്തുകാർ വന്നേക്കാം. കുമാരനാശാനൊക്കെ സമശീർഷനായിട്ട് നിൽക്കുന്നു ഇപ്പോൾ തന്നെ, ഇനിയും വന്നേക്കാം. പക്ഷേ ഇദ്ദേഹത്തെ താഴെ ആക്കിക്കൊണ്ട് മറ്റൊരു എഴുത്തുകാരൻ വരുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അത്രയും ഉന്നത ശീർഷനായ എഴുത്തുകാരൻ ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയും ഈ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ടി എഴുതുകയും ചെയ്ത് ഇപ്പോൾ വിട പറഞ്ഞു പോയ ആ കഥാകാരനെ നമുക്ക് ശിരസോട് ചേർത്ത് നമിക്കാം.